ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഓസിലേഷൻസിന്റെ നാലാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാലാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൈനറ്റിക് എനർജി അറ്റ് എനി പൊസിഷൻ ഈസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വെരി ഇമ്പോർട്ടന്റ്. എക്സും കൈനറ്റിക് എനർജി തമ്മിലുള്ള ബന്ധം. And potential energy at that position is x എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിൽ half m omega square x square. Okay. And total energy at any position, അതിൽ x ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ പൊസിഷനിലാണെങ്കിലും വേണ്ടില്ല, ഏത് പൊസിഷനിലാണെങ്കിലും വേണ്ടില്ല, ഇറ്റ് ഈസ് half m omega square s square. സോ ആദ്യത്തെ ചോദ്യം, ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കുക. പരീക്ഷയ്ക്ക് എന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഒക്കെ പൊസിഷനായിട്ട് ബന്ധപ്പെടുന്ന ഗ്രാഫ് വരയ്ക്കുക. ഞാൻ വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണ് ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആവുമല്ലോ, കാരണം ഇത് മെയിൻ പൊസിഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. O0. ഇവിടെയാണ് ഞാൻ എനർജിനെ എടുക്കുന്നത്. എനർജി. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാം. മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്താ ഉണ്ടാവുക? മീൻ പൊസിഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി ഈസ് മാക്സിമം, കാരണം വെലോസിറ്റി മാക്സിമം ആണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പൊ മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം എത്രയാണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇനി രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ എത്രയാണ് കൈനറ്റിക് എനർജി? രണ്ട് എക്സ്ട്രീം പൊസിഷൻ നമുക്ക് ഇവിടെ കാണിക്കാം. ഇത് മൈനസ് എ അല്ലെ, അതേ ദൂരത്തിൽ പുറത്ത് പ്ലസ് എ കാണിക്കാം. ഈ രണ്ട് സ്ഥലത്തും എന്താണ് കൈനറ്റിക് എനർജി? എക്സിന് പ്ലസ് എ കൊടുത്താലും മൈനസ് എ കൊടുത്താലും കൈനറ്റിക് എനർജി 0. അപ്പോ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0, അതേ സമയത്ത് മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം. ഇനി എങ്ങനെയാണ് ബന്ധം? എക്സിനായിട്ട് ബന്ധം എക്സ് ആയിട്ടല്ല, എക്സ് സ്ക്വയറിനായിട്ടാണ് ബന്ധം. എവിടെയെങ്കിലും എക്സ് സ്ക്വയറിനായിട്ടാണ് വൈ ആക്സിസിലുള്ള ആൾക്ക് ബന്ധമെങ്കിൽ ദാറ്റ് ഈസ് എ പരാബോളയാണ്. അപ്പൊ പരാബോളിക് ഷേപ്പാണ്. ഇവിടെ എത്തുമ്പോൾ 0 ആവണം, ഇവിടുന്ന് മാക്സിമം ആവണം. അപ്പൊ നിങ്ങൾ പരാബോളായിട്ട് വരയ്ക്കുക. ഓക്കെ. അപ്പൊ ദിസ് ഈസ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്. ഒരു കമിഴ്ത്തി വെച്ച പാത്രം പോലെ ഉണ്ടാവും. പരാബോളിക് ആണ്. ഇവിടെ മെയിൻ പൊസിഷനിൽ മാക്സിമം ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ 0. ഇനി പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷനിൽ എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻസിൽ, എക്സ്ട്രീം പൊസിഷനിൽ എക്സിന് പ്ലസ് എ കൊടുത്താലും മൈനസ് എ കൊടുത്താലും അത് മാക്സിമം ആവും ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം പോയിന്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലേ? അപ്പൊ മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0, രണ്ട് എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം, അതും എക്സ് സ്ക്വയറിനായിട്ടാണ് ബന്ധം. പൊട്ടൻഷ്യൽ എനർജിയും എക്സ് സ്ക്വയറിനായിട്ടാണ് ബന്ധം. അപ്പൊ പരാബോളിക് ആയിരിക്കണം, സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കരുത്. ഓക്കെ. സോ ദിസ് ഈസ് റെപ്രസെന്റിംഗ് പൊട്ടൻഷ്യൽ എനർജിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ്. ഇനി നമുക്ക് മൂന്നാമത്തെ ആൾ ടോട്ടൽ എനർജിയാണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. എക്സിനായിട്ട് ബന്ധമില്ല. എക്സിനായിട്ട് ബന്ധമില്ലെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. എക്സ് ആക്സിസിലുള്ള എക്സ് ഡിസ്പ്ലേസ്മെന്റിനായിട്ട് ബന്ധമില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് ആകുമ്പോൾ എത്രയാണ് കോൺസ്റ്റന്റ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. നമ്മളിവിടെ ഓൾറെഡി കുത്തിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. യെസ്. സോ ദിസ് ഈസ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് അതിന്റെ ഒരു അടപ്പ് പോലെ വിചാരിക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് മലർത്തി വെച്ചിരിക്കുന്ന ഒരു പാത്രം, കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് കമത്തി വെച്ചിരിക്കുന്ന ഒരു പാത്രം പോലെ അസ്യൂം ചെയ്തോളൂ. പാത്രങ്ങളൊന്നല്ല, പരാബോളിക് ഷേപ്പാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും പരാബോളിക് ഷേപ്പാണ്. സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും ടോട്ടൽ എനർജി ഗ്രാഫ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. ചിലപ്പോൾ ഗ്രാഫുകൾ തന്നിട്ട് ഇതിൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഏതാണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മയിൽ വെക്കുക. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്നത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതിൽ ഞാൻ പെട്ടെന്ന് ഒരു ഫോർമുല ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വർക്ക്ഔട്ട് ചെയ്യാം. Find the position at which kinetic energy of an oscillator is equal to its potential energy. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാകുന്ന പൊസിഷൻ കാണുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുക? കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഈക്വൽ ആണെന്നാ പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിക്ക് എത്രയാണ് പൊട്ടൻഷ്യൽ എനർജി? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ആ പൊസിഷൻ ഏതെന്നാ ചോദ്യം. അപ്പൊ എക്സ് കാണാനാ പറഞ്ഞത്. അതായത് എക്സ് ഇക്വൽ ടു ഡാഷ്. ഏത് പൊസിഷനിലാണ് എയും ബിയും തുല്യമാവുക? അപ്പൊ നമുക്ക് കോമൺ ഫാക്ടേഴ്സിനൊക്കെ വെട്ടിക്കളയാം അല്ലെ. ഇതൊക്കെ വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക ഇടത് ഭാഗത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ വലത് ഭാഗത്ത് എക്സ് സ്ക്വയർ. നമുക്ക് എക്സ് ആണ് കാണുന്നത് അല്ലെ. അപ്പൊ ഈ എ സ്ക്വയർ അങ്ങോട്ട് നിർത്തിയാൽ ഈക്വൽ ടു ഈ മൈനസ് എക്സ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ 2x സ്ക്വയർ ആയി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ. 2x square is equal to
എ സ്ക്വയർ. നമുക്ക് കാണേണ്ടത് എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 അല്ലെ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2 എന്ന് വരും. എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് 2 പ്ലസും വരാം മൈനസും വരാം. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് മെയിൻ പൊസിഷന് എ ബൈ റൂട്ട് 2, വേറെ ഈസ് ആംപ്ലിറ്റ്യൂഡ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് എ ബൈ 2ലും എ ബൈ റൂട്ട് 2ലും മൈനസ് എ ബൈ റൂട്ട് 2ലും എന്തായിരിക്കും ഉണ്ടാവുക? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാവും. അതായത് എ ബൈ 2ലല്ല, എ ബൈ റൂട്ട് 2ലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാകുന്നത് എന്ന് ചുരുക്കം. ഇനി ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള നമ്മളുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ സൈൻ ഫംഗ്ഷൻ കൊണ്ടും സൈൻ ഫംഗ്ഷൻ കൊണ്ടും ഒക്കെ റെപ്രസെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ സാധനം രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ചേർന്നാൽ അതൊരു സർക്കുലാർ മോഷൻ ആണ്. അല്ലെങ്കിൽ ഒരു യൂണിഫോം സർക്കുലാർ മോഷനെ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിന്റെ പ്രൊജക്ഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു പുതിയ ഐഡിയയിലേക്ക് വരിക. അതായത് യൂണിഫോം സർക്കുലാർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. എന്താ യൂണിഫോം സർക്കുലാർ മോഷൻ? യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിൽ ഒരു സർക്കംഫറൻസിലൂടെ ഒരു പാർട്ടിക്കിൾ കറങ്ങുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലെ. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് യൂണിഫോം സ്പീഡ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലാർ മോഷൻ. അവിടെ നിങ്ങൾക്ക് ആംഗുലാർ വെലോസിറ്റി അറിയാം അല്ലെ. ഇവിടെ നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി എന്നാണ് ഒമേഗയ്ക്ക് പറഞ്ഞത്. അവിടെ നമ്മൾ പറയുന്നത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. രണ്ടെണ്ണം ആക്ച്വലി ഒന്ന് തന്നെയാണ്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാലും ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഫിസിക്സിൽ. രണ്ടും രണ്ട് ടേം ആയിട്ട് നമ്മൾ രണ്ട് സ്ഥലങ്ങളെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ചുരുക്കം. അപ്പോൾ അവിടെയും ഒമേഗ ഉണ്ട്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പീരിയോഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ഇവിടെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ യൂണിഫോം സർക്കുലാർ മോഷനും സിമ്പിൾ ഹാർമോണിക് മോഷനും നമ്മളൊന്ന് കണക്ട് ചെയ്യുക. നമ്മൾ ഉദ്ദേശിച്ചതാണ് ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ഒപ്പം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ പ്രൂവ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനെ പ്രൊജക്ഷൻ ആണെന്ന് പറയും. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷന്റെ രണ്ട് പ്രൊജക്ഷൻസ് ആണ് ഏത്? സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് യൂണിഫോം സർക്കുലാർ മോഷൻ എന്നൊക്കെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ചിലപ്പോൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, നമ്മൾ ആദ്യം സർക്കുലാർ മോഷനെ കുറിച്ച് ഒന്ന് കാണിക്കാം. നമ്മളിപ്പോ ക്ലിയർ ആയിട്ട് സർക്കുലാർ മോഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സർക്കുലാർ മോഷൻ ഈസ് റേഡിയസ് ഈസ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലാർ പാത്തില് എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിള് യൂണിഫോം ആയിട്ടുള്ള സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സ്പീഡിലാണ് വാച്ചിലെ സൂചി കറങ്ങുന്ന പോലെ ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ രണ്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സിനെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇതിനെ ഞാൻ തൽക്കാലം ഇങ്ങനെ കുറച്ച് നീട്ടിയിട്ടിട്ട ഡയമീറ്റർ ആണെങ്കിലും ഞാൻ അവിടെ ഒരു ആക്സിസ് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസ് ആയിട്ട് വിളിക്കുന്നു. ഇതിനെ ഞാൻ തൽക്കാലം വൈ ആക്സിസ് ആയിട്ട് വിളിക്കുന്നു. ഓക്കെ, റേഡിയസ് നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ആർ ആണ്. ഇങ്ങനെ പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറങ്ങുന്ന ഏതെങ്കിലും ഒരു സമയത്തുള്ള പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കുക. ആ പൊസിഷനാണ് പി. ആ പി എന്നുള്ള പൊസിഷൻ, അപ്പൊ ഈ ദൂരം എത്രയാണ്? റേഡിയസ് ആണ്. ഓക്കെ, ഈ ദൂരം റേഡിയസ് ആണ്. അറിയാം, സെന്ററിൽ നിന്ന് സർക്കംഫറൻസിലേക്കുള്ള ദൂരമാണ്. അത് റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഈ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സ് ആക്സിസിനായിട്ട് ഉണ്ടാക്കിയ എക്സ് ഡയമീറ്ററിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ ലെറ്റ് ഇറ്റ് ബി തീറ്റ. ഈ പാർട്ടിക്കിൾ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ഈ പി എന്നുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതൊക്കെ ഒരു പെർപെൻഡിക്കുലർ ഞാൻ ഈ എക്സ് ഡയമീറ്ററിലേക്ക് വരയ്ക്കുകയാണ്. ഒരു പെർപെൻഡിക്കുലർ ഡോട്ട് ഇട്ട് കാണിക്കുകയാണ്. ഇതെത്തുന്ന സ്ഥലം എം. ഇപ്പോ അത് മെയിൻ പൊസിഷന് ഈ എക്സ് ഡയമീറ്ററിൽ ഈ നോർമലിന്റെ ഈ പെർപെൻഡിക്കുലറിന്റെ ഫൂട്ടാണ് എം അല്ലെ. പി എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഞാൻ ഈ ഡയമീറ്ററിലേക്ക് വരച്ചു, എക്സ് ഡയമീറ്ററിലേക്ക് വരച്ചു. അതിന്റെ ഫൂട്ട്, അതിന്റെ അടിഭാഗം പോയി മുട്ടിയ സ്ഥലമാണ് എം. ഈ ദൂരത്തിനെ ഒ എം എന്നുള്ള ദൂരത്തിനെ നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ പി എന്നുള്ള പോയിന്റ് പാർട്ടിക്കിൾ ഇരിക്കുന്ന ടി എന്നുള്ള സമയത്ത് എം മാസുള്ള പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അയാൾ ഇവിടെ എത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പി എന്നുള്ള പോയിന്റിൽ അയാൾക്ക് വൈ ഡയമീറ്ററിലേക്ക് ഞാൻ ഇതേപോലെ ഒരു നോർമലിനെ വരയ്ക്കുന്നു. ആ നോർമലിന്റെ ഫൂട്ട് എൻ എന്നുള്ള സ്ഥലത്താണ് വൈ ഡയമീറ്ററിന്റെ മുകളിൽ പോയി കുത്തിയത്. അപ്പൊ ഈ ദൂരം ഒ എൻ എന്നുള്ള ദൂരത്തിന് നമുക്ക് വൈ എന്നും വിളിക്കാം. എന്താണ് സംഭവം? ഒരു പാർട്ടിക്കിൾ എം മാസുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്ന സമയത്ത് അയാളുടെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെന്ന് വിചാരിച്ചു. നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ നമ്മൾ ഇതുവരെയും പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസിയാണ്, ഇവിടെ ആംഗുലാർ വെലോസിറ്റിയാണ്. രണ്ടെണ്ണം ഒന്ന് തന്നെ.
അപ്പൊ ആംഗുലാർ വെലോസിറ്റി ഈസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ തീറ്റ ആംഗിള് ടി സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ സമം തീറ്റ ബൈ ടി. തിരിച്ച് അങ്ങനെയാണെങ്കിൽ ടി സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞ ആംഗിള് ഒമേഗ ഇൻറ്റു ടി ആണ്. അപ്പൊ അങ്ങനെ ഈ തീറ്റ ആംഗിൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ തീറ്റ ആംഗിൾ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ തീറ്റയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയായിരിക്കാം. നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷന്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഞാൻ ഈ ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിടുകയാണ്. തുടക്കത്തിൽ അയാൾ ഇവിടെ ഇരിക്കുകയായിരുന്നു വിചാരിച്ചോളൂ. എന്നിട്ട് അയാൾ കറങ്ങിയതാണ് ഇങ്ങനെ. അങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ തുടക്കത്തിൽ ഇവിടെ ഇരിക്കുകയായിരുന്നു. ടി സെക്കൻഡ് കഴിഞ്ഞാൽ തീറ്റ തിരിഞ്ഞു. ഈ തീറ്റ തിരിഞ്ഞതാണ് ഒമേഗ ഇൻറ്റു ടി, വേർ ഒമേഗ ഇസ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ തുടക്കത്തിൽ ഇരുന്ന പൊസിഷൻ ഇവിടെയായിരുന്നു. തീറ്റ ടി സെക്കൻഡ് കൊണ്ട് തിരിഞ്ഞതാണ് ഒമേഗ ടി. അങ്ങനെ പി എന്നുള്ള പൊസിഷൻ എത്തി. പി എന്നുള്ള പൊസിഷൻ എത്തിയപ്പോ പിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ എക്സ് ഡയമീറ്ററിലേക്ക് വരച്ചു. അത് പോയി മുട്ടിയ സ്ഥലമാണ് എം. ആ ഒ എം എന്നുള്ള ദൂരം മീൻ പൊസിഷൻ അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എക്സ് ആണ്. ഇതേപോലെ ഇവിടേക്ക് വരച്ച നോർമൽ ആണ് എൻ. അവിടേക്കുള്ള ആ ദൂരം ഒ എൻ എന്നുള്ള ദൂരമാണ് വൈ. ഈ ഒ പി എന്ന് പറയുന്ന ദൂരം റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ആണ്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. വാട്ട് ഈസ് എക്സ്? എക്സ് ഈക്വൽ ടു, നിങ്ങൾക്ക് ആദ്യം കോസ് തീറ്റ എഴുതാലോ. വാട്ട് ഈസ് കോസ് തീറ്റ? ഈക്വൽ ടു adjacent side, that is OM, okay, divided by hypotenuse, that is OP. So cos theta equal to cos theta സ്ഥാനത്ത് omega t എന്ന് എഴുതാലോ. cos omega t equal to what is OM? OM is x divided by what is OP, that is R. Therefore x is equal to R cos omega t. Equation 1. Clear? ഇതുപോലെ sin theta നോക്കൂ. Sin theta, opposite side is MP divided by hypotenuse is OP. That is equal to MP is this distance ON by OP. That's equal to ON is Y, okay, divided by OP is capital R. Therefore Y is equal to R sin theta omega t, like omega t. Question 2. അപ്പൊ എക്സ് ഇസ് ഇക്വൽ ടു ആർ കോസ് ഒമേഗ ടി, വൈ ഇസ് ഇക്വൽ ടു ആർ സൈൻ ഒമേഗ ടി. വാട്ട് ഈസ് എക്സ്? പി എന്നുള്ള പൊസിഷനിൽ നിന്ന് വരച്ച നോർമലിന്റെ എക്സ് ഡയമീറ്ററിലേക്കുള്ള ഫുട്ട്. വാട്ട് ഈസ് വൈ? പി എന്നുള്ള പൊസിഷനിൽ ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന ടി സമയത്തുള്ള പൊസിഷനിൽ നിന്ന് എവിടേക്ക്? വൈ എന്നുള്ള ഡയമീറ്ററിലേക്ക് വരച്ച നോർമലിന്റെ ഫുട്ടാണ് എൻ. അവിടേക്കുള്ള ദൂരമാണ് വൈ. അപ്പോ സമയം മാറുന്നതിനനുസരിച്ച് എക്സ് മാറും. ഏത് പ്രകാരം? ആർ കോസ് ഒമേഗ ടി. വൈയും മാറും. ഏത് പ്രകാരം? ആർ സൈൻ ഒമേഗ ടി. അപ്പൊ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ എമ്മും എന്നും മാറിക്കൊണ്ടിരിക്കും സ്ഥലം. അതായത് എക്സും വൈയും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും ഈക്വേഷൻസ് പ്രകാരം. മനസ്സിലാവുണ്ടോ? എക്സ് മാറും, ടി മാറുന്നതിനനുസരിച്ച് എങ്ങനെ? ആർ കോസ് ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ പ്രകാരം. അതായത് എക്സ് മാറുക എന്ന് പറഞ്ഞാൽ എമ്മിന്റെ പൊസിഷൻ മാറുക. ഈ പി ഇങ്ങനെ കറങ്ങി വരുമ്പോ പി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എമ്മിന്റെ പൊസിഷൻ ഇവിടെയാവില്ലേ? പി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും എം, ഫൂട്ട് വരക്കാനില്ല. ഇനി ഇങ്ങനെ കറങ്ങി ഇവിടേക്ക് എത്തുമ്പോ ഇവിടെ എന്താവും? ഇവിടേക്കായിരിക്കും എമ്മിന്റെ വരിക. അതായത് എം ഇങ്ങനെ തിരിച്ച് വരും. ഇവിടെ എത്തുന്ന സമയത്ത് ഫൂട്ട് നേരെ ലംബം ഇവിടേക്ക് വരും. പിന്നെ ഇവിടേക്ക് വരുമ്പോ വീണ്ടും ഇങ്ങോട്ട് പോയി ഇവിടെ എത്തുമ്പോ ഈ തട്ടത്തേക്കാവും. വീണ്ടും കറങ്ങി വരുമ്പോ ഫൂട്ട് ഇവിടേക്ക് വരും. അങ്ങനെ ഈ തട്ടത്തെത്തുമ്പോ ഫൂട്ട് ഇവിടെ മെയിൻ പൊസിഷനിലെത്തും. വീണ്ടും കറങ്ങി ഇവിടേക്ക് എത്തും. അതായത് ഈ എമ്മിന്റെ പൊസിഷൻ ഈ ഡയമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ആർ കോസ് ഒമേഗ ടി. വൈന്റെ ഈ എൻ എന്നുള്ള സാധനത്തിന്റെ പൊസിഷൻ എങ്ങനെ വരും? ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് കറങ്ങി ഇവിടെ എത്തിയില്ലായിരിക്കും. ഇവിടെ എത്തുന്ന സമയം ഇങ്ങോട്ടാണല്ലോ കറങ്ങണം. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ ഈ തട്ടത്തെത്തും. തിരിച്ച് കറങ്ങി ഇങ്ങനെ വരുന്തോറും എന്നെ ഇങ്ങനെ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ ആവുമ്പോ എന്നെ ഇവിടെയാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ ഇവിടേക്കാവും. ഇവിടെ എത്തുമ്പോ എന്നെ വീണ്ടും സീറോയിലേക്ക് വരും. അതായത് എന്നിന്റെ പൊസിഷൻ ഇങ്ങനെ ഇവിടെ ഈ വൈ ഡയമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ എമ്മിന്റെ പൊസിഷൻ ഈ എക്സ് ഡയമീറ്ററിന്റെ മുകളിൽ അങ്ങോട്ടും കൂടെ ആടിക്കൊണ്ടിരിക്കും. അതായത് ഈ പൊസിഷൻ പാർട്ടിക്കിളിന്റെ പൊസിഷനെ കാണിക്കുന്ന അവിടുന്ന് വരച്ച രണ്ട് പെർപെൻഡിക്കുലർ എക്സിലേക്ക് വരച്ച ഡയമീറ്ററിന്റെ ഫൂട്ട് എം എന്ന് പറയുന്ന ആൾ എക്സ് ഡയമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ ഒ എന്നുള്ള പൊസിഷന്റെ ഇപ്പുറത്തേക്കും. അതുപോലെ തന്നെ വൈയിലേക്ക് വരച്ച നോർമലിന്റെ ഫൂട്ടായിട്ടുള്ള എൻ ഈ ഒയിന്റെ അപ്പുറം ഈ വൈ ഡയമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ഈ ആട്ടം ഒരു ഓസിലേഷൻ ആണ്. ആ ഓസിലേഷൻ ഈ ഇക്വേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് എമ്മിന്റെ പൊസിഷൻ എക്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, എന്നിന്റെ പൊസിഷൻ വൈ എന്നുള്ള പേരിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആസ് സൈൻ ഫംഗ്ഷൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ ഓഫ് ടൈം.
with a maximum value or an amplitude. So equation 1 equation 2 നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ മനസ്സിലാക്കാം. നമുക്കറിയാം ജനറൽ ആയിട്ട് x is equal to a cos omega t or y is equal to a sin omega t. ഇതൊക്കെ എന്തിന്റെ ഇക്വേഷൻസ് ആ? SHM ന്റെ ഇക്വേഷൻസ് ആണ്. There is a maximum value of displacement. There is a sine function or a sine function of time. There is an angular frequency term. എല്ലാം അവിടെ ഉണ്ട്, ഇവിടെ അതേപോലെ ഉണ്ട്. So comparing ഈ രണ്ടെണ്ണത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് കോസ് ഒമേഗ, എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ കോസ് ഒമേഗയുടെ സ്ഥാനത്തുണ്ട് ആംപ്ലിറ്റ്യൂഡ് ഈസ് ആംപ്ലിറ്റ്യൂഡ്. ആ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു എന്താണ്? 6 ആണ്. ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് ആണ്. ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. അതായത് ഈ പാർട്ടിക്കിൾ അല്ല, ഈ പാർട്ടിക്കിളിന്റെ പെർപെൻഡിക്കുലർ എക്സിന്റെ ഫൂട്ട് എം എന്നുള്ള ഫൂട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ എക്സ് ഡയമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ഈ എൻ എന്നുള്ള ഈ ഫൂട്ട് വൈ ഡയമീറ്ററിന്റെ മുകളിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അപ്പൊ എക്സിന്റെ മുകളിൽ ഒരു സാധനം എം എന്നുള്ള ഫൂട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു, വൈ ഡയമീറ്ററിന്റെ മുകളിൽ എൻ എന്നുള്ള ഫൂട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സാധനം? ഈ പി എന്നുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ രണ്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് എക്സിലേക്കും വൈയിലേക്കും വരച്ചതിന്റെ ഫൂട്ടുകൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫൂട്ട് എക്സ് ഡയമീറ്ററിന്റെ മുകളിലാണെങ്കിൽ മറ്റേ ഫൂട്ട് വൈ ഡയമീറ്ററിന്റെ മുകളിലാണ്. അതായത് ഒരു ചലനം ഇങ്ങനെ, ആ എമ്മിന്റെ ചലനമാണ് ഇങ്ങനെ കാണിച്ചത്. എം എന്നുള്ള ആൾ ഇങ്ങനെ ചലിക്കുക, വൈ ആക്സിസിലായിരിക്കും എന് ചലിക്കുക, ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ അത് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഈ രണ്ടെണ്ണം കൂടിയതാണ് ഇപ്പൊ നമ്മൾ പഠിച്ച യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പൊ നമുക്ക് പറയാം രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് യൂണിഫോം സർക്കുലർ മോഷൻ. അങ്ങനെ ആവുമ്പോ ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും എന്നും പ്രൂവ് ചെയ്യാം. അപ്പൊ ഈ ചിത്രം വരച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് the combination of two simple harmonic motions is uniform circular motion, or uniform circular motion is the projection of two simple harmonic motions എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രൂഫ് ചെയ്യാൻ പറ്റണം. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റേഡിയസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഇതാണ് നമ്മളിപ്പോ അവിടെ ഉദ്ദേശിച്ച കാര്യം. അപ്പോ നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ഒന്ന്, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ ഹാർമോണിക് മോഷൻ? എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. 2, what is the expression for displacement, velocity and acceleration of simple harmonic motion? അതിൽ നിന്ന് ചെറിയ പ്രോബ്ലങ്ങൾ വെലോസിറ്റിയും ആക്സലറേഷനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. 3, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് അതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ചെയ്യാൻ സാധിക്കണം. പിന്നെ ഇപ്പൊ പഠിച്ച യൂണിഫോം സർക്കുലർ മോഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിൽ എങ്ങനെയാണ് അവിടെ ചേർന്നത്? അപ്പൊ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻസിന്റെ കോമ്പിനേഷൻ ആണ് ഒരു യൂണിഫോം സർക്കുലർ മോഷൻ. തിരിച്ചാണ് പറയേണ്ടത്. ഒരു യൂണിഫോം സർക്കുലർ മോഷൻ നിങ്ങൾക്ക് രണ്ട് സിമ്പിൾ ഹാർമോണിക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഓസിലേഷൻസിനെ ആയി കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് എടുത്താൽ തുടങ്ങിയാൽ തീരാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുകയാണ്. അതിലൊന്ന് സിമ്പിൾ പെൻഡുലം, 2 സ്പ്രിംഗ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻസും ഒരു സ്പ്രിംഗിന്റെ ഓസിലേഷൻസും എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൽ സ്പ്രിംഗിലേക്ക് നമുക്ക് പോവാം. ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ ആയിട്ടുള്ള ഓസിലേഷൻസ് ആണ് നമ്മൾ പോയി വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഇരിക്കണം. ആ സ്പ്രിംഗിനെ ഞാൻ ഒന്ന് ലോഡ് ചെയ്തു, ഒരു m മാസ് അറ്റാച്ച് ചെയ്തു. ഇനി അതിനൊന്ന് ഞാൻ വലിച്ചു കൂട്ടാം. ആ വലിച്ചിട്ടുള്ള സമയത്തുള്ള ഈ പൊസിഷനാണ്. ഇതാണ് ഞാൻ അയാളെ വലിച്ചത്, x ദൂരത്തേക്ക് വലിച്ചു. ഇതായിരുന്നു അയാളുടെ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷൻ x ദൂരത്തേക്ക് ഞാൻ ആ സ്പ്രിങ്ങിനെ വലിച്ചു. സ്പ്രിംഗ് m മാസുള്ള ഒരു സ്പ്രിംഗ് ആണ്. അതിനെ x ദൂരത്തേക്ക് വലിച്ചു, എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? k into x ആയിരിക്കും അല്ലെ? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം ഞാൻ ഇപ്പൊ ഒരു L ദൂരത്തേക്ക് വലിച്ചു. വേണ്ട, നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നെറ്റ് ഫോഴ്സ് F is equal to minus kx മുകളിലേക്ക്. നേരത്തെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് mgയും മുകളിലേക്കുള്ള എക്സ്റ്റൻഷനും ബാലൻസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഞാൻ അതിനെ വലിച്ചങ്ങോട്ട് വിടുകയാണ്. അങ്ങനെ വിടുന്നതോടുകൂടി അതിന്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സ് F is equal to minus kx ആണ്. സോ F equal to minus kx. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് minus kx is equal to
എഫിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? MA is equal to minus KX. ഓക്കെ, മാസ് ആണ് M, അയാളാണ് ഓസിലേറ്റ് ചെയ്തിരിക്കുന്നത്, അയാളുടെ ആക്സലറേഷൻ A ആണെങ്കിൽ MA is equal to F ന്റെ സ്ഥാനത്ത് MA എഴുതാം equal to minus KX. എന്താണ് മൈനസ് KX? K എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. K is force constant. Here it is named as spring constant എന്നും വിളിക്കാം. നമുക്ക് ഫോഴ്സ് കോൺസ്റ്റന്റിനെ ഇവിടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വിളിക്കാം. So there exists displacement. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ വലിച്ചു നിൽക്കുക ഡിസ്പ്ലേസ്മെന്റ് ആണ്. Therefore A is equal to minus K by M into X. Equation 1. We know for simple harmonic motion A is proportional to minus X. ഇവിടെ K constant ആണ്, spring constant. M mass of the oscillator constant ആണ്. So A is proportional to X and there is a negative sign. So therefore this are SHM. ഈ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, വെർട്ടിക്കൽ ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് ആർ സിമ്പിൾ ഹാർമോണിക്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുക. F is equal to minus KX എഴുതുക, MA is equal to minus KX എഴുതുക, ആ എക്ക് പകരം എഴുതുക A is proportional to minus X. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം, ഫോർ ജനറൽ SHM A is equal to minus omega square X ആണ് ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ജനറൽ ആയിട്ട് SHM ന്റെ ആക്സലറേഷന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇത് കമ്പയർ ചെയ്താൽ 1 ഉം 2 ഉം കമ്പയർ ചെയ്താൽ 1 ഉം 2 ഉം നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ. Therefore A ന്റെ സ്ഥാനത്ത് A ഉണ്ട്, X ന്റെ സ്ഥാനത്ത് X ഉണ്ട്, മൈനസിന്റെ സ്ഥാനത്ത് മൈനസ് ഉണ്ട്. സോ omega square is equal to K by M. നമുക്ക് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട് omega is equal to root K by M. What is omega? 2 pi by period is equal to root K by M. Okay? Angle of frequency എന്ന് പറഞ്ഞാൽ 2 pi by period or period of oscillation of a loaded spring is T is equal to അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരും 2 pi root M by K. Or frequency of oscillation is in reciprocal 1 by 2 pi root K by M. Important ആണ്. അപ്പൊ അടുത്ത ഡെറിവേഷൻ ഇതായിരിക്കും ചോദിക്കുക നിങ്ങളോട്. Prove that the vertical oscillations of a loaded spring are simple harmonic. എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സ്റ്റെപ്പ് എഴുതുക. A is proportional to minus X എന്ന് കാണിക്കാൻ പറ്റും. And derive the expression for period and frequency of oscillations of a loaded spring. ഇപ്പൊ നമുക്ക് കിട്ടിയത് വെർട്ടിക്കൽ ഓസിലേഷൻസ് ആണ്. വെർട്ടിക്കൽ ഓസിലേഷൻസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇനി ഇങ്ങനെയാണ് ഒരു മേശപ്പുറത്ത് ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോഡി വെച്ചു ഇതിനെ ഒരു എക്സ്റ്റൻഷൻ വലിച്ച് ഇങ്ങനെ വലിച്ചു കിട്ടും. സ്പ്രിങ് കോൺസ്റ്റന്റ് ആണ് K. ഇതിനെ ഇങ്ങനെ ആക്കിയാലും ഇപ്പോഴും നിങ്ങളുടെ ഇക്വേഷൻ ഇത് തന്നെയാണ് വരിക. അപ്പോ ഒറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്താലും വേണ്ടില്ല, വെർട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്താലും വേണ്ടില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് എപ്പോഴും F is equal to minus KX ആണ്, where K is spring constant. അത് MA നായിട്ട് ഇക്വേറ്റ് ചെയ്യുക, ആക്സലറേഷന്റെ ഇക്വേഷൻ എഴുതുക. അങ്ങനെ A is proportional to minus X എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ആണ് പ്രൂവ് ചെയ്യുക. അത് കമ്പയർ ചെയ്തിട്ട് ഒമേഗ സ്ക്വയറിന് K by M എഴുതി, ഒമേഗയ്ക്ക് റൂട്ട് K by M എഴുതി, പീരിയോഡിനും ഫ്രീക്വൻസിക്കുമുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വെർട്ടിക്കൽ ഓസിലേഷൻസ് ആണെങ്കിലും ഹൊറിസോണ്ടൽ ഓസിലേഷൻസ് ആണെങ്കിലും ഒരു ലോഡഡ് സ്പ്രിംഗിൽ സിമ്പിൾ ഹാർമോണിക് ആണ്. അതിന്റെ പീരിയോഡും ഫ്രീക്വൻസി ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.